ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവർ, നമ്മൾ സ്ലീഹാകാലത്തിൻ്റെ 4ാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. സ്ലീഹാകാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതരായ സ്ലീഹന്മാർ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിച്ചതിനെ നമ്മൾ ധ്യാനിക്കുന്ന ഒരു കാലഘട്ടമാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായി നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ സുവിശേഷത്തിന് സാക്ഷികളായിട്ട് തീരുവാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നുവെന്ന് ഈ ഒരു കാലം നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 28ാമത്തെ അധ്യായം അനുസരിച്ച് നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാനായിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിക്കുക. യേശുക്രിസ്തു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ മാമോദീസായിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന ഉത്തരവാദിത്വവും ഇതുതന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്താണ് സ്ലീഹാകാലം അതിൻ്റെ പൂർണ്ണതയിൽ അർത്ഥത്തോടുകൂടി നമുക്ക് അനുഭവിക്കുവാനായിട്ട് ആഘോഷിക്കുവാനായിട്ട് സാധിക്കുക. ഇന്നേ ദിവസം നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 6ാമത്തെ അധ്യായത്തിൻ്റെ 60 മുതൽ 69 വരെയുള്ള വാക്യങ്ങളാണ്. യേശുക്രിസ്തുവിനെ അവൻ നിത്യജീവൻ്റെ വചസ്സാണ് എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് ലീഹ ഏറ്റുപറയുന്നതും ഞങ്ങൾ വേറെ ആരുടെ പക്കലേക്ക് പോകും എന്നുള്ള അവൻ്റെ ഒരു വിഷമസ്ഥിതി അവൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു സംഭവത്തെക്കുറിച്ച് നമ്മൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ ഈ ഒരു വിശ്വാസ ബോധ്യത്തിൽ വളരുക എന്നുള്ളത് തന്നെയാണ് തിരുസഭാ മാതാവ് നമ്മളിൽ നിന്ന് ഇന്ന് ആഗ്രഹിക്കുക. നമുക്ക് പോകുവാനായിട്ട് വേറൊരിടവുമില്ല. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് നമ്മളെ തന്നെ ഒന്ന് വളർത്തുവാനായിട്ട് ഈ ഒരു ആഴ്ചക്കാലത്തെ ധ്യാനം, ഈ ഒരു വായനയുടെ ധ്യാനം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്നത്തെ വചനഭാഗം വിശുദ്ധ കുർബാനയെക്കുറിച്ച് ധ്യാനിക്കുവാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു എന്നുള്ളതാണ്. വിശുദ്ധ കുർബാനയ്ക്ക് പ്രധാനമായും 2 ഭാഗങ്ങളാണുള്ളത്. ഒന്നാമതായിട്ട് ബ്രേക്കിംഗ് ഓഫ് ദ വേർഡ്, രണ്ടാമതായിട്ട് ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ്. അതായത് വചനത്തിൻ്റെ ഒരു വിഭജനം ഒന്നാമതായിട്ട് വിശുദ്ധ കുർബാനയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് അപ്പത്തിൻ്റെ ഒരു വിഭജനവും. ഈ ഒരു കാര്യം വെച്ച് ചിന്തിക്കുമ്പോൾ വിശുദ്ധ കുർബാനയെക്കുറിച്ചും ഇന്നത്തെ വചനഭാഗത്തെയും നമ്മൾ ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ ആദ്യത്തെ ഭാഗം യേശുക്രിസ്തു അവൻ നിത്യജീവൻ്റെ വചനമാണ് എന്ന് ഇന്നത്തെ ദിവസം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ പത്രോസിൻ്റെ വായിലൂടെ പറഞ്ഞ് പ്രഖ്യാപിക്കുകയാണ്. ഇതിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു വചനഭാഗം തന്നെ അല്ലെങ്കിൽ ഈ ഒരു അധ്യായം തന്നെ വായിക്കുമ്പോൾ നമ്മൾ ധ്യാനിക്കുന്ന വേറൊരു കാര്യമാണ് യേശുക്രിസ്തു നിത്യജീവൻ്റെ അപ്പമാണ് എന്നുള്ളൊരു കാര്യം. ഒരു വിശുദ്ധ കുർബാനയെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് ഇന്നത്തെ വചനഭാഗം നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുമ്പോൾ വിശുദ്ധ കുർബാനയിലുള്ള നമ്മളുടെ പങ്കാളിത്തം എപ്രകാരമാണ്, എപ്പോഴാണ് നമ്മൾ പള്ളിയിൽ ചെല്ലുക, എപ്രകാരമാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുവാൻ കൂടി ഇന്നത്തെ വചനഭാഗം നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. യേശുക്രിസ്തു അവൻ നിത്യജീവൻ്റെ വചനമാണ്, അവൻ നിത്യജീവൻ നൽകുന്ന അപ്പമാണ് എന്നുള്ളൊരു ചിന്തയോടുകൂടി യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ, ദൈവാലയത്തിലേക്ക് കടന്നു വരുവാൻ, ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുവാൻ, ദൈവം വസിക്കുന്ന ആലയത്തിലായിരുന്നുകൊണ്ട് അവനോട് ഒന്നായിട്ട് തീരുവാനായിട്ട് ഇന്നത്തെ വചനഭാഗം നമ്മളെ വീണ്ടും വീണ്ടും ക്ഷണിക്കുകയാണ്. ഇന്നത്തെ വചനഭാഗം ആരംഭിക്കുക യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ അവൻ്റെ സന്നിധിയിൽ വന്നുകൊണ്ട് ഒരു കാര്യം പറയുന്നതാണ്. ഈ വചനം കഠിനമാണ്, ആർക്കാണ് ഇതനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുക? യേശുക്രിസ്തു അവരോട് ചോദിക്കുന്നു, ഈ വചനം നിങ്ങൾക്ക് കഠിനമാണ് എന്ന് എപ്രകാരമാണ് നിങ്ങൾക്ക് പറയുവാനായിട്ട് സാധിക്കുക? വചനമാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഈ ഒരു ബോധ്യത്തിലേക്ക് വളർന്നു വരുന്നിടത്ത് മാത്രമാണ് നമുക്ക് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു അർത്ഥവും വ്യാപ്തിയും എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുക. ഈ ലോക ജീവിതത്തിൽ നമ്മളായിരിക്കുമ്പോഴും മിക്കപ്പോഴുമൊക്കെ നമ്മളുടെ ശരീരത്തിന് വേണ്ടത് പ്രദാനം ചെയ്യുവാനായിട്ട് നൽകുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭക്ഷണം വേണം, എനിക്ക് നല്ല വസ്ത്രം വേണം, മറ്റുള്ളവർക്ക് മുൻപിൽ മോടി പിടിച്ച രീതിയിൽ ഞാൻ ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നു, എനിക്ക് വാഹനം വേണം, സമ്പത്ത് വേണം, എല്ലാ കാര്യങ്ങളും വേണം, എൻ്റെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതെല്ലാം നേടുവാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നവനാണ്. പക്ഷേ എൻ്റെ ആത്മാവിനെ സ്വർഗരാജ്യത്തിലേക്ക് എത്തിക്കുവാനായിട്ട് ഞാൻ എത്രമാത്രം പണിപ്പെടുന്നുണ്ട്? ഈ ഒരു ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ, നമ്മളോട് തന്നെ ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യം ഇത് തന്നെയാണ്. നമ്മളുടെ ആത്മാവിന് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഒന്നും ചെയ്യുന്നില്ല. നല്ല ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നുകൊണ്ട് ഇന്ന് വരെയും വന്നു പോയ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുവാൻ, ആത്മാവിനെ അവിടത്തേക്ക് വേണ്ടി ഒരുക്കുവാൻ, അവിടത്തോടു കൂടെ ആയിരിക്കുവാനായിട്ട് നമ്മളുടെ ഓരോരുത്തരുടെയും ശരീരങ്ങളെ ആത്മാവിനെ ഒരുക്കുവാനായിട്ട് ഇന്നത്തെ വചനഭാഗം നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് ഇന്നത്തെ വചനഭാഗം നമ്മളോട് പറഞ്ഞു വയ്ക്കുക, ദൈവം തിരഞ്ഞെടുത്തതിൽ പോലും ചിലപ്പോഴൊക്കെ പിശാചിൻ്റെ ഒരു സ്വാധീനമുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. യേശുക്രിസ്തുവിൻ്റെ 12 അപ്പസ്തോലന്മാർ, സ്ലീഹന്മാർ, അതിൽ ഒരുവൻ പിശാചാണ് എന്ന് ഇന്നത്തെ വചനഭാഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യൂദാസ് യേശുക്രിസ്തുവിനെ ഒറ്റക്കൊടുത്തു എന്നതിനേക്കാൾ ഉപരിയായിട്ട് യേശുക്രിസ്തു തന്നോട് കൂടെ ആയിരിക്കുവാനായിട്ട്, വചനം പ്രഘോഷിക്കുവാനായിട്ട്, പിശാചുകളെ പുറത്താക്കുവാനായിട്ട് തിരഞ്ഞെടുത്ത ഒരുവനിൽ തന്നെ പിശാച് കുടികൊണ്ടു എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും വിശ്വാസ ജീവിതത്തെ ഒന്ന് അപഗ്രഥിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇന്നത്തെ വചനഭാഗം ഓർമ്മിപ്പിക്കുകയാണ്.
പിശാച് നമ്മളിലും ഉണ്ടാവും. പിശാചിൻ്റെ സ്വാധീനം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാവും. ഈ ജന്മഭാവം എന്ന് പറയുക അത് പിശാചിൻ്റെ അല്ലെങ്കിൽ പാപത്തിലേക്കുള്ള ഒരു ചായ്വ് എല്ലാ മനുഷ്യനിലേക്കും ഉണ്ട് എന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇന്നത്തെ വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, നമ്മളിൽ എല്ലാവരിലും ഒരു പിശാചുണ്ട്. അപരന് മുകളിലായിട്ട് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കുവാനുള്ള ഒരു വെമ്പൽ അതൊരു പിശാചിൻ്റെ പ്രലോഭനമാണ്. മറ്റുള്ളവരുടെ സാധനങ്ങളെല്ലാം നമുക്ക് സ്വന്തമാക്കിയെടുക്കണം എന്നുള്ള ഒരു ചിന്ത അതും പിശാചിൻ്റെ ഒരു പ്രലോഭനമാണ്. അപരനെ നമ്മൾ താറടിച്ച് കാണിക്കുമ്പോൾ, അവനെ കുറവുള്ളവനായിട്ട് കാണിക്കുമ്പോൾ, എന്നെക്കാൾ താഴെയായിട്ട് കാണിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, പിശാചിൻ്റെ പ്രലോഭനങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ് എന്നുള്ളത് തന്നെയാണ്. ഇന്നത്തെ വചനഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. പിശാച് നമ്മളിലുമുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ നടന്നെടുക്കുവാനായിട്ട് പരിശ്രമിക്കുന്നില്ല എങ്കിൽ, ആത്മാവിന് നമ്മൾ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല എങ്കിൽ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഇത് തന്നെയാണ്, പിശാച് നമ്മളെ അടിമപ്പെടുത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ലീഹാകാലത്തിലായിരിക്കുമ്പോൾ തീക്ഷ്ണതയാൽ നിറഞ്ഞ് യേശുക്രിസ്തു എന്നിൽ നിന്ന് എന്താണോ ആഗ്രഹിക്കുക അതനുസരിച്ചൊന്ന് പ്രവർത്തിക്കുവാനായിട്ട് പരിശ്രമിക്കാം. എൻ്റെ ജീവിതം കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് സാക്ഷിയായിട്ട് തീരുവാനായിട്ട് പരിശ്രമിക്കാം. സ്നേഹമാകുന്ന യേശുക്രിസ്തുവിന് സ്നേഹം ആകുന്ന നമ്മളുടെ ജീവിതം കൊണ്ട് തന്നെ ഒരു സാക്ഷിയൊക്കെ ആയിട്ട് തീരുവാൻ, സ്നേഹം അപരന് കൊടുക്കുവാൻ, എന്നെ തന്നെ ഒന്ന് സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ സ്വന്തമാക്കി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ സുവിശേഷത്തിന് സാക്ഷിയായിട്ട് തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഇന്നത്തെ വചനഭാഗത്തിൽ പത്രോസ് ശ്ലീഹ പറയുന്നത് പോലെ, യേശുക്രിസ്തുവേ, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവൻ അങ്ങയുടെ പക്കലാണുള്ളത്. ആ ഒരു ബോധ്യത്തോടുകൂടി ഓരോ വിശുദ്ധ കുർബാനയ്ക്കും അണയുവാൻ, ബോധ്യങ്ങളോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ, നമ്മൾ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാനയിൽ അവനോട് ഒന്നായി തീരുവാൻ നമുക്കും പരിശ്രമിക്കാം. ഈ ഒരു സ്ലീഹാകാലത്തിൽ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ നല്ല ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.